ഓം ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ദിക്കോരാവിവൻ തോണി നിൻ പദം. ചിത്സ്വരൂപികളെ, ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ മനന വിഷയം മറയുന്ന ദൃശ്യങ്ങളും മറയാത്ത ദൃക്കും. പ്രിയരെ, ഈ പ്രപഞ്ചം ദൃശ്യവിസ്മയങ്ങൾ കൊണ്ട് നിറയപ്പെട്ടതാണ്. എവിടേക്ക് നോക്കിയാലും ദൃശ്യങ്ങളുടെ സംഘനൃത്തമല്ലാതെ യാതൊന്നും കാണുവാനില്ല. ഈ ദൃശ്യങ്ങളെയെല്ലാം കൂട്ടിയിണക്കി അതിന് രൂപവും നിറവും ഭാവവും നാദവും നൽകി മറഞ്ഞിരിക്കുന്ന ഒരു നാഥനുണ്ട്. ആ നാഥനെ കണ്ടെത്തുവാനുള്ള ത്രാണി ഈ ദൃശ്യങ്ങളെ കാണുന്ന കണ്ണുകൾക്കില്ല. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടറിയുന്ന ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളെല്ലാം ഒരിക്കലുണ്ടായി മറ്റൊരിക്കൽ മറയുന്നവയാണ്. ഇങ്ങനെ ഉണ്ടായി മറയപ്പെടുന്ന വസ്തുക്കളെല്ലാം അനിത്യങ്ങളാണ്. പ്രപഞ്ചാനുഭവമായി വർത്തിക്കുന്ന ഈ അനിത്യ വസ്തുക്കളെല്ലാം ഒരു അഭ്രപാളിയിൽ തെളിയുന്ന ചിത്രം പോലെയാണ്. ചലച്ചിത്രം അവസാനിച്ചാൽ അതിൽ കണ്ടതൊന്നും പിന്നെ ഉള്ളതായി ശേഷിക്കുന്നില്ലല്ലോ. ഇതുപോലെ ഉള്ളതായി വിചാരിക്കുന്ന പ്രപഞ്ച വസ്തുക്കളെയെല്ലാം ഓരോന്നോരോന്നായി വിശകലനം ചെയ്താൽ അവയെല്ലാം പരിണാമവിധേയമായി ഒടുവിൽ അസ്തമിച്ച് പോകുന്നവയാണെന്നും ബോധ്യമാകും. ഈ ബോധ്യപ്പെടുത്തൽ ഉണ്ടാകുന്നത് ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നയാളിന്റെ ഉള്ളിലാണ്. കാഴ്ചകൾ മറഞ്ഞാലും മറയാതെ നിൽക്കുന്ന കാഴ്ചക്കാരൻ ശേഷിക്കുന്നതുപോലെയുള്ള ഈ ഉള്ളം ഒരേ സമയം ഒരു സാക്ഷിയും ഒരു ബോധവുമാണ്. ദൃശ്യങ്ങൾ പോലെ മറഞ്ഞു പോകാത്തതായ എന്റെ ഉള്ളം ഈ പ്രപഞ്ചത്തിന്റെ നാഥനായിരിക്കുന്ന അല്ലയോ ദൈവമേ, നിന്നിൽ നിന്നും വേറിട്ടതാകാതെയിരിക്കണമേ. ഓരോന്നായി എണ്ണി എണ്ണി തൊട്ട് കണക്കാക്കാവുന്ന കാഴ്ചകൾ എല്ലാം മാറിയാൽ അവയുടെ കണ്ണായി അഥവാ കാഴ്ചക്കാരനായി നിന്ന പോലെ വസ്തു തെളിയും. ഒടുവിൽ അല്ലയോ ഭഗവാൻ, അങ്ങ് സർവസാക്ഷിയായി വിളങ്ങുന്ന അങ്ങയെ കണ്ടുകൊണ്ടിരിക്കുന്ന ഏകാഗ്രചിത്തവും ചലനം വെടിഞ്ഞ് അങ്ങയിൽ ഏകീഭവിക്കുമാറാകണം. ദൃശ്യങ്ങളെ എണ്ണി എണ്ണി മാറ്റണം. സ്നേഹപൂർവം, രഞ്ജൻ, കയനാടത്ത്.